ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഈ ആഴ്ച കംപ്ലീറ്റ് മാർക്കറ്റ് വലിയൊരു സെൽ ഓഫ് നമ്മൾ കണ്ടു. പ്രത്യേകിച്ച് കൊറോണയുടെ ന്യൂസ് വന്നതിന് ശേഷം ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്, കൊറോണ അൺഫോർച്ചുനേറ്റ്ലി സ്പ്രെഡ് ഔട്ട് ആവുകയാണെങ്കിൽ ദൈവാനുഗ്രഹം വരാതിരിക്കട്ടെ, അതാണ് നമ്മുടെയൊക്കെ പ്രാർത്ഥന. ഇനി അൺഫോർച്ചുനേറ്റ്ലി ഇത് നമ്മുടെ കയ്യിലല്ലല്ലോ, സ്പ്രെഡ് ഔട്ട് ആകുകയാണെങ്കിൽ നമുക്കറിയില്ല ആകുമോ ഇല്ലയോ എന്നുള്ളത്. ഞാൻ ശ്രദ്ധിക്കാൻ പോകുന്ന ഏതാനും സ്റ്റോക്കുകളെ കുറിച്ചാണ്. ഇത് അബ്സല്യൂട്ട്ലി നോട്ട് എ റെക്കമെൻഡേഷൻ. ഇത് നിങ്ങൾക്ക് ഒരു ലേണിംഗ് ആയിട്ട് നിങ്ങൾക്ക് ഈ സ്റ്റോക്കുകളെ വാച്ച് ചെയ്യാൻ, നിങ്ങൾക്ക് ജസ്റ്റ് ഈ സ്റ്റോക്കുകൾ എങ്ങനെയാണ് ന്യൂസ് അനുസരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് വാച്ച് ചെയ്യാൻ സാധിക്കും. ന്യൂസ് തിക്കാകുമ്പോൾ ഈ സ്റ്റോക്ക് തന്നെ റെസ്പോണ്ട് ചെയ്യുന്നു, ന്യൂസ് വീക്കാകുമ്പോൾ സ്റ്റോക്ക് തന്നെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾക്ക് വലിയൊരു ലേണിംഗ് എക്സ്പീരിയൻസ് തരും. ആ ഒരു ഉദ്ദേശം മാത്രമേ ഈ വീഡിയോയ്ക്കുള്ളൂ. ചൈനയിൽ കോവിഡ് വല്ലാതെ സ്പ്രെഡായി എന്നുള്ള ന്യൂസാണ് നമ്മൾ കണ്ടത്. പക്ഷേ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള കമ്പാരിസണിൽ ചില വ്യത്യാസങ്ങളുണ്ട്. ചൈന വൺ കിറ്റ് പോളിസി എന്നുള്ള ഒരു ഫിലോസഫി വർഷങ്ങളോളം ഫോളോ ചെയ്ത ഒരു കൺട്രിയാണ്. അതുകൊണ്ട് തന്നെ ആ രാജ്യത്ത് യങ്ങർ ഓൾഡ് ഏജ് പ്രൊപ്പോസിഷനിൽ ഓൾഡ് ഏജ് ആയിട്ടുള്ള ആൾക്കാരുടെ എണ്ണം 34% ആണ്, 34% ആണ് ശരിക്കും. ഇന്ത്യയിൽ ഓൾഡ് ഏജ് ആയിട്ടുള്ള ആൾക്കാരുടെ എണ്ണം 19.8 ആണ് ആവറേജ് വന്നിട്ട്. ഏഷ്യൻ ആവറേജ് 13.6 ആണ്. യുഎസിൻ്റെ ആവറേജ് 16.7 ആണ് ശരിക്കും. യൂറോപ്പ് ആവറേജ് ഇന്ത്യയിലെ പോലെ തന്നെ അറൗണ്ട് 19-20 ആണ് ശരിക്കും. അപ്പോൾ ചൈനയിൽ ഓൾഡ് ഏജ് ആൾക്കാരുടെ എണ്ണം വളരെ കൂടുതലായതുകൊണ്ട് എബോവ് 60+ ആണ് ഞാൻ പറയുന്നത്. നാച്ചുറലി ഡെത്ത് കൂടുതലാണുള്ള സാധ്യത വളരെ കൂടുതലാണ്, ഒന്നാമത്തെ പോയിൻറ്റ്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ചൈനീസ് പ്രൊഡക്റ്റ് അവരുടെ വാക്സിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് ലോകത്തിന് ആർക്കും അറിയില്ല. നമ്മൾ ഇന്ത്യയിൽ നമ്മളെല്ലാം എടുത്ത 2 ഡോസ് വാക്സിൻ്റെ ക്ലിനിക്കൽ ടെസ്റ്റിനെ കുറിച്ച് നമുക്കെല്ലാം ആധികാരികമായിട്ടുള്ള അറിവുണ്ട് ശരിക്കും. വെബ്സൈറ്റ് നോക്കിയാൽ നമുക്കറിയാൻ സാധിക്കും എന്തുമാത്രം ക്ലിനിക്കലി പ്രൂവൺ ആണെന്നുള്ളത്. പക്ഷേ ചൈനീസ് പ്രൊഡക്ട്സിനെ കുറിച്ച് നോബഡി നോസ് അക്രോസ് ദി വേൾഡ് ഇത് എന്തുമാത്രം എഫിക്കസി ഉണ്ടായിരുന്നു ഈ മെഡിസിൻസ് എന്നുള്ളതിനെക്കുറിച്ച് ആർക്കും അറിയില്ല. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ, ഈ ചേരിയിൽ വളരുന്ന കുട്ടികൾക്ക് ഭയങ്കര ഇമ്മ്യൂണിറ്റി ആയിരിക്കും. അതേസമയം നമ്മൾ വീടുകളിൽ നമ്മൾ മൂടി പുതച്ച് കൊണ്ട് നടക്കുന്ന കുഞ്ഞുങ്ങൾ, നമ്മൾ കാലാകാലങ്ങളിൽ എല്ലാവിധ വാക്സിനേഷനൊക്കെ എടുത്ത് കൊണ്ട് നടക്കുന്ന കുട്ടികൾക്ക് അസുഖം കൂടുതലായിരിക്കും. എന്തുകൊണ്ടാണ് ഈ ചേരികളിലെ കുട്ടികൾക്ക് ഇമ്മ്യൂണിറ്റി കൂടാൻ കാര്യം? പ്രകൃതിയുടെ ഒരു വരദാനമാണിത് ശരിക്കും. അതുപോലെ തന്നെ ചൈനയിലെ ലോക്ക്ഡൗൺസ് വല്ലാതെ മാസീവ് ലോക്ക്ഡൗൺസാണ്. സത്യത്തിൽ കൊറോണ കണക്കുള്ള ഏത് അസുഖത്തിനും നമ്മൾ വെളിയിലൊക്കെ ഇറങ്ങിയൊന്ന് നടന്നാൽ മാത്രമേ നമുക്ക് ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്തുള്ളൂ. ഇന്ത്യയിലെ ഫസ്റ്റ് ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ട് നമ്മളെല്ലാം പിന്നെ പാർഷ്യൽ ലോക്ക്ഡൗൺസാണ് നമ്മൾ ഫേസ് ചെയ്തത് ശരിക്കും. അപ്പോൾ നമുക്കെല്ലാം ഒരു പരിധിവരെ ഇമ്മ്യൂണിറ്റി നല്ലോണം ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു സമയം കിട്ടിയിട്ടുണ്ട്. ഇതാണ് 3 ഫാക്ടേഴ്സ്. അതുകൊണ്ട് തന്നെ ചൈനയിലെ ഒരു മാസീവ് സ്പ്രെഡ് ഇന്ത്യയിൽ വരുമെന്ന് ചോദിച്ചാൽ വരാതിരിക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ പ്രാർത്ഥന, എൻ്റെ വിശ്വാസം. അൺഫോർച്ചുനേറ്റ്ലി കൊറോണ മാസീവായിട്ട് സ്പ്രെഡ് ചെയ്യുവാണെങ്കിൽ ഞാൻ ശ്രദ്ധിക്കാൻ പോകുന്ന 3 ഡയഗ്നോസ്റ്റിക് സ്റ്റോക്കുകളാണ്. 1 ഈസ് കൃഷ്ണ ഡയഗ്നോസ്റ്റിക്സ്, 2 ഈസ് വിജയ ഡയഗ്നോസ്റ്റിക്സ് ആൻഡ് 3 ഈസ് ലാൽ പാത്ര. അതുപോലെ തന്നെ ഒരു മാസീവ് ഹോസ്പിറ്റലൈസേഷൻ വരുന്നൊരു ഘട്ടത്തിലേക്ക് കടന്നാൽ ഞാൻ ശ്രദ്ധിക്കാൻ പോകുന്ന 3 ഹോസ്പിറ്റൽ സ്റ്റോക്സാണ്. ഒന്ന് അപ്പോളോ ഹോസ്പിറ്റൽ, 2 ഈസ് നാരായണ ഹൃദയാലയെക്കുറിച്ച് എടുത്ത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, പോസ്റ്റ് കോവിഡ് സിംറ്റംസിൽ കാർഡിയാക് ഇഷ്യൂസ് 20-30% അപ്പോൾ ഭയങ്കരമായിട്ട് കൂടിയെന്നാണ് പറയുന്നത്. മൂന്നാമത്തെ ഹോസ്പിറ്റലിൽ ഞാൻ ശ്രദ്ധിക്കുന്നത് റെയിൻബോ ചിൽഡ്രൻ മെഡിക്കെയർ ആണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ, കുട്ടികളുടെ വാക്സിനേഷൻ നമുക്ക് പ്രത്യേകിച്ച് ഒരു 12 വയസ്സ് താഴെയുള്ള കുട്ടികൾ വാക്സിനേഷൻ നടന്നിട്ടില്ല. റെയിൻബോ ചിൽഡ്രൻ മെഡിക്കെയർ ബേസിക്കലി അവരുടെ ഒരു ചെയിൻ ഓഫ് ഹോസ്പിറ്റൽസ്, ബേസിക്കലി ചിൽഡ്രൻ ഒരു പീഡിയാട്രിക്കിൽ അവരാണ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ ശൃംഖലയാണ്. ഇനി ഇവിടുന്നും ഒരു കണ്ടീഷൻ കുറച്ചുകൂടെ വേഴ്സ്റ്റായിട്ട് മാസീവ് ഹോസ്പിറ്റലൈസേഷനൊക്കെ വരുവാണെങ്കിൽ ഞാൻ ശ്രദ്ധിക്കാൻ പോകുന്ന 2 കമ്പനികൾ, ഫസ്റ്റ് ഈസ് ലിൻഡ ഇന്ത്യയാണ്. ലിൻഡ ഇന്ത്യ എന്ന് പറയുന്ന കമ്പനി മാനുഫാക്ചേഴ്സ് ഓഫ് മെഡിക്കൽ ആൻഡ് ഇൻഡസ്ട്രിയൽ ഗ്യാസാണ്. ഓക്സിജൻ്റെ നീഡ് ഭയങ്കരമായിട്ട് കൂടി വരുന്നൊരു കണ്ടീഷനിൽ ലിൻഡയ്ക്ക് വലിയൊരു റോളുണ്ട് ശരിക്കും ഓക്സിജൻ സിലിണ്ടർ സപ്ലൈക്ക് വേണ്ടി. അതുപോലെ തന്നെ Eqtfx എന്ന് പറയുന്ന കമ്പനിയാണ്, എവറസ്റ്റ് കാൻറ്റോ എന്നുള്ള കമ്പനിയാണ് രണ്ടാമത്തെ കമ്പനി. ഇവർ സിലിണ്ടർ മാനുഫാക്ചേഴ്സ് ആണ്, എസ്പെഷ്യലി ബ്രീത്ത് എയർ സിലിണ്ടേഴ്സാണ് അവർ ചെയ്യുന്നത്, മെഡിക്കൽ സിലിണ്ടേഴ്സാണ് അവർ മാനുഫാക്ചർ ചെയ്യുന്നത്. ഈ 2 കമ്പനികൾക്കും വളരെ ക്രിട്ടിക്കൽ റോള് ചെയ്യാൻ സാധിക്കും എപ്പോഴത്തെ കണ്ടീഷനിൽ, ഒരു മാസീവ് ഹോസ്പിറ്റലൈസേഷൻ വരുന്ന കണ്ടീഷനിൽ. അപ്പം ജസ്റ്റ് ഈ കമ്പനിയെക്കുറിച്ച് ഞാൻ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. നിങ്ങൾ ഈ കമ്പനി ഒന്ന് ലേണിംഗ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ വേണം നിങ്ങളെ കമ്പനികളെ കാണാനായിട്ട്. ഇത് റെക്കമെൻഡേഷൻ അല്ലാതെ ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നു. ഈ കമ്പനികളെ നിങ്ങൾ പഠിക്കുക, നിങ്ങളതിൻ്റെ വാല്യുവേഷൻ പഠിക്കുക, ഈ കമ്പനികളുടെ ന്യൂസ് ഫ്ലോ അനുസരിച്ച് എങ്ങനെയാണ് കയറി പോകുന്നതെന്ന് പഠിക്കുക. ഞാനിപ്പോൾ പറഞ്ഞ Eqtfx എന്ന് പറയുന്ന കമ്പനിയുടെ കഴിഞ്ഞ ഒരു മാസത്തെ ആവറേജ് ട്രേഡഡ് വോളിയം എന്ന് പറയുന്നത് പെർ ഡേ 2.3 lakhs ആയിരുന്നു. ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്ന ഈ ദിവസം, അതായത് 23 ഡിസംബർ, ഇന്നത്തെ ട്രേഡഡ് വോളിയം ഈസ് ക്ലോസ് ടു സംതിങ് അറൗണ്ട് 55 lakhs ആണ്. എനിവേ, താങ്ക് യു സോ മച്ച്. നമുക്ക് വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം.